സർവകലാശാലകളുടെ പ്രവർത്തനം അവതാളത്തിലാക്കുന്ന വിധത്തിൽ ഈ ചാൻസലർ കൂടിയായ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇവിടെ മാസങ്ങളായി തുടരുന്നതാണ്. അതിൽ ഇപ്പോൾ ഒരു നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലറായിരുന്ന ഘട്ടത്തിൽ ഉണ്ടായ നിയമ നടപടികളിലാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു ഇടപെടൽ നിർണായകമായി ഉണ്ടാകുന്നത്. ഇതനുസരിച്ച് KTUവിന്റെയും ഡിജിറ്റൽ സർവകലാശാലയുടെയും വിസിമാർക്ക് പുറത്തേക്ക് പോകേണ്ടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. മറ്റ് യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിലും ഇത് ബാധകമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ വിധി പ്രഖ്യാപനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കോടതിയുടെ ഇടപെടൽ ആ വിധത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതി ഉള്ളതാണ്. അത് എല്ലാ സർവകലാശാലകളുടെ കാര്യത്തിലും ബാധകമാകുന്ന ഒരു വിഷയം കൂടിയാണ്. നവമി ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നവമി, കേൾക്കാമോ? VC നിയമനം നീളുന്നത് വിദ്യാർത്ഥികളെ ബാധിക്കും എന്നതാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. സ്ഥിര VC നിയമനത്തിൽ കാലതാമസം ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നു. താൽക്കാലിക VC നിയമനം അത് 6 മാസത്തേക്കുള്ളതാണ് എന്നത് കൂടി സൂചിപ്പിക്കുകയാണ് കോടതി. നവമി തുടരുന്നുണ്ട്. നവമി, ഇത് വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതിയുള്ളതാണ് എന്നതാണ് കോടതി സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ 2 യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇത് മറ്റ് ഇടങ്ങളിലും ബാധകമാകുന്ന വിഷയമാണോ? എല്ലായിടത്തും സർവകലാശാലകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വിദ്യാർത്ഥികളെയാണ് ബാധിക്കുന്നത് എന്ന് നമ്മൾ പറയുമെങ്കിൽ പോലും നടപടികൾ ഉണ്ടാകുന്നില്ല. അതിൽ ഇപ്പോൾ ഒരു കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് വസ്തുത. അതെ രേണുക, ഈ 3 ദിവസം മുമ്പായിരുന്നു സിംഗിൾ ബെഞ്ചിൽ നിന്നും ഇത്തരത്തിൽ ഗവർണർക്ക് തിരിച്ചടി ഉണ്ടായത്. പക്ഷെ അന്ന് അവരെ നീക്കുവാനായി ഹൈക്കോടതി തയ്യാറായിരുന്നില്ല. അത് സ്വാഭാവികമായിട്ട് അവരുടെ സമയം കഴിയുമ്പോൾ അവർ ഇറങ്ങട്ടെ എന്നായിരുന്നു കോടതി നിർദ്ദേശിച്ചത്. എന്നാൽ ഗവർണർ വീണ്ടും ഇത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു. ആ നിയമയുദ്ധം തുടരുന്നതിനിടയിലാണ് എന്തായാലും അതിന്റെ ഒരു ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് കൂടി വരുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്, ഗവർണറെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. സംസ്ഥാന സർക്കാരിന് മാത്രമേ ഈ വൈസ് ചാൻസലർ നിയമനത്തിൽ ഈ സാങ്കേതിക സർവകലാശാലയും ഡിജിറ്റൽ സർവകലാശാലയിലെയും വൈസ് ചാൻസലർ നിയമനത്തിൽ തീരുമാനമെടുക്കാൻ പാടുള്ളൂ. ഗവർണർക്ക് അതിൽ ഇടപെടുവാനോ അതിലൊരു തീരുമാനമെടുക്കുവാനോ നിയമനം നടത്തുവാനോ കഴിയില്ല എന്ന സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെ ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ഡിവിഷൻ ബെഞ്ചും ഇപ്പോൾ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഈ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് കടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു വിജയമായി തന്നെ ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെ കൂടി കണക്കാക്കാൻ കഴിയും. സംസ്ഥാന സർക്കാരിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരെ മാത്രമേ VC ആയി നിയമിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇത് സാങ്കേതിക സർവകലാശാല VC ഡോക്ടർ K ശിവപ്രസാദിനെയും ഡിജിറ്റൽ സർവകലാശാല VC ആയിട്ടുള്ള ഡോക്ടർ സിസ തോമസിന്റെയും ഇവരെ രണ്ടുപേരുടെയും നിയമനം മുൻ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു ഇവരെ രണ്ടുപേരെയും നിയമിച്ചത്. ഇതിനെതിരെയായിരുന്നു സംസ്ഥാന സർക്കാർ നിയമ പോരാട്ടം തുടങ്ങിയത്. എന്തായാലും അവരുടെ നിയമനത്തെ അവരെ നിയമിക്കാൻ ഗവർണർക്ക് കഴിയില്ല. ചാൻസലർക്ക് ഇങ്ങനെ വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള അനുമതിയില്ല. അത് സംസ്ഥാന സർക്കാരിന്റെ പാനലിലെ സംസ്ഥാന സർക്കാരിന്റെ ലിസ്റ്റിൽ നിന്നുള്ളവർക്ക് മാത്രമേ നിയമനം നടക്കാൻ കഴിയുകയുള്ളൂ എന്ന നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. പാനലിൽ നിന്ന് സർക്കാർ കൊടുക്കുന്ന പാനലിൽ നിന്ന് തന്നെ വേണം നിയമനം നടത്താൻ എന്ന കാര്യമാണ് കോടതി അടിവരയിടുന്നത്. ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കാൻ പറ്റില്ല എന്ന കാര്യം കോടതി ആവർത്തിക്കുകയാണ്. എന്തായാലും ഗവർണർക്ക് ഈ വിഷയത്തിൽ തിരിച്ചടിയേറ്റിരിക്കുന്നു. ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഇത് ഈ സാഹചര്യം ഉൾക്കൊള്ളും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താൽക്കാലിക VC നിയമിക്കാൻ ഗവർണർക്ക് അധികാരമില്ല എന്ന കാര്യമാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. അത് സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് തന്നെ വേണം എന്ന കാര്യം കോടതി അടിവരയിടുകയാണ്. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ശരിവെക്കുകയാണ് ഡിവിഷൻ ബെഞ്ച്. സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണം VC നിയമിക്കാനെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നു. അത് 6 മാസത്തിലധികം നീളാൻ പാടില്ല എന്ന കാര്യം സൂചിപ്പിക്കുന്നു. കാരണം